ആളുകൾ മരിക്കുകയാണ്, അപകടങ്ങൾ ഉണ്ടാവുക. ലോകരാജ്യങ്ങൾ എത്രയും നന്നായിട്ട് വൈകല്യം വളരെ ഇന്റലിജന്റായി നേരിടുന്നത് കൺവെൻഷൻ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉണ്ട്. മൃഗങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അവരെ ലൈറ്റ് കൊണ്ടും സൗണ്ട് കൊണ്ടും തിരിച്ചു പിടിക്കാനുള്ള AI ടൂൾസ് ഉണ്ട്. എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞാൻ 2-3 കമ്പനികളെ ഇൻവൈറ്റ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടേ പോലെ ഈ മലയോരത്തിൽ താമസിക്കുന്ന 10-30 ലക്ഷം ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? ഓരോ ഏരിയയിലും ഇൻഡസ്ട്രി, ബിസിനസ്, കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യണം. ഒരു സെക്ടറിൽ ഒരു തകർച്ച വന്നാൽ അപ്പൊ ഗവൺമെന്റ് ശ്രദ്ധിക്കണം. ഗവൺമെന്റ് അവിടെ താങ്ങി നിർത്തണം. നമ്മൾ പറയും വെന്റിലേറ്റർ എന്ന് പറയും. ഇപ്പോഴത്തെ വെന്റിലേറ്റർ ഈ ആള് അടുത്ത ആൾ വന്നാലും ഇപ്പൊ വെന്റിലേറ്റർ വേണമെന്ന് മാറ്റുള്ളൂ പല ആശുപത്രിയിൽ. ആ വെന്റിലേറ്റർ അല്ല, ഇത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അത് കഴിഞ്ഞാൽ ഓക്കെ, വെന്റിലേറ്റർ വേണ്ട. അപ്പൊ ആ സമയത്ത് അയാൾക്ക് താങ്ങാൻ ടാക്സ് ഒരു വർഷത്തേക്ക് അടയ്ക്കേണ്ട ആ ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ വേറെ സഹായം ചെയ്യുമോ ഗവൺമെന്റ് ചെയ്യും. ഗവൺമെന്റ് ഓരോരുത്തരെയും ജെനുവിൻ ടാക്സ് ഫെയർ ആയിട്ട് കാണും. ജെനുവിൻ ടാക്സ് ഫെയർ പല കച്ചവടം നടക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലൂടെ കൊണ്ടുവന്നു ഗവൺമെന്റ് കള്ളക്കച്ചവടം നടന്നാൽ ഒരുത്തൻ വാടക കൊടുത്ത് ജോലിക്കാരെ വെച്ച് എലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത് വാട്ടർ ചാർജ് കൊടുത്ത് ഒരാൾ ജെനുവിൻ ടാക്സ് ഫെയർ. സർക്കാർ ടാക്സ് അടയ്ക്കുന്ന ആളാണ്, അയാളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത ഗവൺമെന്റിന്. അപ്പൊ ഷെയ്ഡി ബിസിനസ് ടാക്സ് ഇവേഷൻ നടക്കുന്നതിന് കർശനമായി നേരിടണം. പ്രൈം ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് is to collect tax. ഖജനാവ് നടക്കുന്നതാണ് ജനങ്ങളെ ദ്രോഹിക്കേണ്ടതല്ല. ടാക്സ് കളക്ഷനെ കുറിച്ച് ചാണക്യൻ അർത്ഥശാസ്ത്രം അതിമനോഹരമായ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഭരണാധികാരികളെ ഉപദേശിക്കുന്ന ആളായിരുന്നു ചാണക്യൻ. ഞാൻ കൊണ്ട് അസംബ്ലിയിൽ ഒരു ബജറ്റ് പ്രസംഗത്തിൽ ആദ്യം MLA സമയത്ത് പ്രസംഗിക്കാം അല്ല, എന്താണെന്നറിയോ? പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആകണം ഭരണാധികാരി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കും. പൂ പോലും അറിയുന്നത് തേൻ കുടിക്കുന്നതായിരുന്നു. പൂമ്പാറ്റ വന്ന് തേൻ കുടിക്കുന്ന കാര്യം പൂ പോലും അറിയുന്നത്. ജനങ്ങൾ അവർക്ക് ഫീൽ ചെയ്യാതെ മേടിക്കണം ടാക്സ്, ഭരണാധികാരി ടാക്സ്. അപ്പൊ ടാക്സ് ഒരു ശിക്ഷയായ സന്നദ്ധരായി ടാക്സ് കൊടുക്കാൻ പറ്റും. അതിന് ടാക്സിന്റെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കണം. 1000 പേര് ടാക്സ് കൊടുക്കുന്ന സ്ഥലത്ത് ആ 1000 പേരുടെ എണ്ണം 1 ലക്ഷം കൊടുക്കും. എന്നിട്ട് ടാക്സ് കൊടുക്കും. അപ്പൊ എല്ലാവരും ടാക്സ് അടയ്ക്കും. 4% ടാക്സ് അടയ്ക്കുന്നത് 10% ആക്കിയ 4 അടയ്ക്കണമെന്ന് കൂടി അടയ്ക്കില്ല. ടാക്സേഷൻ ഖജനാവ് നടത്താൻ മാത്രമേ വെൽഫെയർ ആക്ടിവിറ്റീസും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും നടത്താൻ നമുക്ക് പറ്റും. എക്കോണമി ഷൂട്ടപ്പ് ചെയ്താലേ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആയിരിക്കും എന്തോരം റെമിറ്റൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് അയക്കുന്ന പണം ഇന്ത്യയിൽ നമ്പർ 1. നമ്മൾ ആ പണം കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കൊച്ചി എയർപോർട്ട് ഉണ്ടാക്കിയ മോഡലിൽ സിയാൽ മോഡലിൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ വലിയ ഭയങ്കര നമ്പർ 1 നമ്പർ 2 നിൽക്കുന്ന ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചില്ല പറഞ്ഞത്. ഇടത്തരം ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന പാവങ്ങൾ അവരുടെ വരുമാനത്തിന്റെ ഒരു 10% അവർ ഷെയർ ഹോൾഡേഴ്സ് ആക്കണം. എന്നിട്ട് അവരെ ഇതിനകത്ത് പങ്കാളികളാക്കണം. പണം കിട്ടാൻ ഒരു ചൂടുണ്ടാവില്ല. നമുക്ക് ആ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് വെഞ്ചേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ പാവങ്ങൾ ഗൾഫിൽ പോകുന്നവർ യൂറോപ്പിൽ പോകുന്നവരല്ല. ഗൾഫിൽ പോകുന്നവർ തിരിച്ച് അവർ പൈസ ഇവിടെ ആയിരിക്കും. അവർ ഇവിടെ വന്നതിന് മേഖലകളിൽ തുടങ്ങും. പാവങ്ങൾ യൂറോപ്പിൽ പോകുന്നവർ ഇങ്ങോട്ട് തിരിച്ചും വരില്ല. അച്ഛനെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അവരവിടെ ചെന്നാൽ അവിടുത്തെ വെൽഫെയർ ആക്ടിവിറ്റി വെൽഫെയർ മെഷേഴ്സ് നല്ലതായതുകൊണ്ട് അവിടെ തന്നെ കൂടുകയും ചെയ്യും. ഇത് പ്രശ്നമാണ്. കേരളം നേരിടുന്ന ഒരു വലിയ വിഷയമാണ്. നമ്മൾ നിങ്ങൾ ആലോചിക്കുന്ന വേറൊരു സംഭവമുണ്ട് കേരളം നേരിടുന്നത്. എല്ലാവരും റെമിറ്റൻസിനെ കുറിച്ച് പറയും. ഒരു ഗവൺമെന്റ് റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. എന്താ റിവേഴ്സ് റെമിറ്റൻസ്? ഇതര അതിഥി തൊഴിലാളികൾ. ഇതിനൊന്നും പറയാൻ പാടില്ല. അതിഥി തൊഴിലാളികൾ എത്ര പേരുടെ കേരളത്തിൽ കണക്കൊന്നുമില്ല. 30 ലക്ഷം ഉണ്ടെന്നൊരു പൊട്ടക്കണക്കില്ല. അതിൽ കൂടുതലാണ്. ഈ 30 ലക്ഷം പേരിൽ ഒരു 10% പേര് കുറെ പൈസ ഇവിടെ സ്പെൻഡ് ചെയ്യും. 90% പേര് ഇവിടെ എക്സ്പെൻഡിച്ചർ ഇല്ല. അവർ മേടിക്കുന്നത് ഗോതമ്പൊടി, മാക്സിമം ഉള്ളി, ദാൽ, പരിപ്പ് ഇവിടെ മേടിക്കില്ല.
ശനിയാഴ്ച അവർക്ക് സാലറി കിട്ടും. നിങ്ങൾ ബാങ്കിന്റെ മുമ്പിൽ പോയി ചോദിക്കും. തിങ്കളാഴ്ച അവർ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് പൈസ കിട്ടും. പണ്ട് ഗൾഫിൽ പോയിരുന്ന മലയാളികൾ അങ്ങനെയായിരുന്നു. അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് അവിടെ നിന്ന് പണം നാട്ടിലേക്ക് ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. കേരളത്തിന്റെ ഇക്കോണമിയിൽ നിന്നാണ് ഇത്രയും പൈസ റിവേഴ്സ് റെമിറ്റൻസ് ആയി കേരളത്തിന് പുറത്തേക്ക് പോകുന്നത്. ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ട്? അത് നമ്മുടെ ഇക്കോണമിയെ ഗൗരവതരമായി ബാധിച്ചു. എന്താണ് ഇക്കോണമി എന്ന് പറയുന്നത്? പൈസ, കറൻസിയുടെ മാജിക് അല്ല. കറൻസി ഞാൻ അലമാരി കൊണ്ട വെച്ചാൽ അതിന് കടലാസിന്റെ വില വരും. ഇടയ്ക്ക് ഈ വെച്ചേക്കുന്നത് നോക്കാതിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പൂപ്പൽ പിടിച്ചെന്താണെന്ന് നോക്കാം. ഇത് വിലയില്ല. പണത്തിന് വില ഉണ്ടാവണമെങ്കിൽ പണം മാജിക്കാണ് ചെയ്യുന്നപ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമന്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന വിനിമയ മാധ്യമമായി മാറുമ്പോഴാണ് കറൻസി മാജിക്കാൻ കഴിയുന്നത്. അല്ലേ? ആ പണത്തിന്റെ വിനിമയം സർക്കുലർ ഇക്കോണമി എന്ന് പറയും. ആ പണം ഇവിടെ ഉണ്ടാവണം. ഞാൻ പറയുന്നത് 25 കൊല്ലം മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ ഒരു 100 കോടി രൂപയുടെ കെട്ടിടം പണിതാൽ 40 കോടി മുതൽ 50 കോടി വരെ ലേബർഷായി തിരുവനന്തപുരത്തും ഈ റൂറൽ ഏരിയയിലുമുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ വീട്ടിലേക്ക് പണം പോവുമായിരുന്നു. മലയാളി ഇവിടെ തന്നെ പണം നിൽക്കുമായിരുന്നു. ഇപ്പോഴാണ് ഈ 40 കോടി 50 കോടി എവിടെ പോകുന്നത്? കേരളത്തിന് പുറത്തേക്ക് പോവാണ്. അപ്പൊ കേരളത്തിൽ പണം റൊട്ടേറ്റ് ചെയ്യുന്നില്ല. കേരളത്തിൽ ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് ഉണ്ട്.